ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്കറിയത്തില്ല, ഞാൻ ആരുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും വീഡിയോ സജഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയണത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ. സോ വെൽക്കം ടു അനദർ ഡേ ഇൻ മൈ ലൈഫ്. ഓക്കെ, ഞാൻ എണീറ്റിട്ടേ ഉള്ളൂ. അതാണ് എൻ്റെ മൂഞ്ചിയൊക്കെ ഇങ്ങനെ കടന്തൽ കൊട്ടി കണക്കിരിക്കണം. ഞാനാണെങ്കിൽ ഇന്നലെ ഉറങ്ങിയപ്പം എങ്ങനെ നോക്കിയാലും ഒരു 3 മണിയായി കാണും. രാത്രി ഐ മീൻ വെളുപ്പിന്. എന്നിട്ട് ഞാൻ വലിയ കാര്യത്തിൽ ഇപ്പൊ എണീറ്റിരിപ്പുണ്ട്. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതായത് തലയൊക്കെ ഒരുമാതിരി ആവുന്നു. ഫസ്റ്റ് നമുക്ക് മുടിയെടുത്ത് കെട്ടി വയ്ക്കാം, ഭയങ്കര ചൂടെടുക്കുക. സോ നമുക്ക് എണീറ്റ ഉടനെ ഞാൻ ആദ്യം ചെയ്യുന്ന വെള്ളം കുടിക്കും, കാരണം എനിക്ക് ഭയങ്കര വെള്ളദാഹമായിരിക്കും. സോ ഞാൻ വെള്ളം കുടിച്ചു കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് ഉള്ളതെന്ന് വെച്ചാൽ എനിക്കൊരു ബുക്കുണ്ട്. ഇതാണ് എൻ്റെ ബുക്ക്. ഇതിനകത്ത് ഞാൻ, അതായത് ഇന്നിപ്പം എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഞാൻ എഴുതി വെക്കും, കാരണം ഇല്ലെങ്കിൽ ഞാൻ മറന്നു. സോ നമുക്ക് ഒന്നിരുന്ന് എഴുതാം. ഞാൻ ഒന്ന് പെട്ടെന്ന് എഴുതിയിട്ട് വരാം. ഓക്കെ, എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചു. നമുക്കിനി ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. അതായത് ആർക്കെങ്കിലും അറിയാമോന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നമ്മൾ വയറിൻ്റെ ഇവിടെ കൈ വെച്ചിട്ട് പൊടി സംസാരിച്ചു. അപ്പൊ ഇനി നമുക്ക് പുറത്തോട്ട് പോവാം. കം ഓൺ. ഫസ്റ്റ് ഞാൻ ഈ ജന്നലൊക്കെ ഒന്ന് തുറക്കട്ടെ. ഒരെണ്ണം ഓൾറെഡി അമ്മുമ്മ തുറന്നിട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ഉറക്കെ എണീക്കട്ടെന്നും പറഞ്ഞു. പക്ഷെ ഞാൻ അപ്പോഴൊന്നും എണീറ്റില്ല, ഞാൻ തളരത്തില്ല. പിന്നെ എനിക്ക് ഈ ഇടയായിട്ട് ഉറക്കെ എണീറ്റ ആദ്യം ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി കാണിച്ചത്. ഞാൻ ഉറക്കെ എണീറ്റ് നേരെ ഈ മിററിന്റെ ഇവിടെ വരും. കുറേ നേരം ഞാൻ തന്നെ ഇങ്ങനെ എന്റെ തന്നെ കണ്ട് 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 ആസ്വദിച്ചുകൊണ്ടിരിക്കും. ഒരു റൊട്ടീൻ എന്ന് പറയുന്നത് രാവിലെ ഞാൻ കണ്ണാടി നോക്കും, എന്തെങ്കിലും മാറ്റമുണ്ടോന്ന്. ഒരു നല്ല മാറ്റം ഉണ്ട്, അത് ഞാനായിട്ട് വരുത്തി വെച്ചാണ്. എൻ്റെ കയ്യിലിരിപ്പ്. ബ്ലാക്ക് ഹെഡ്സ് എടുക്കാൻ നോക്കിയത് കുരു പൊങ്ങി വന്നു. അയ്യോ, എൻ്റെ ഇന്നത്തെ ദിവസം പോയി. അതുകൊണ്ട് കുഴപ്പമില്ല. ഇത്തിരി ഉപ്പാ. സോ ഗൈസ്, ഇവിടെ ഒരാൾ കഞ്ഞി പോഷക ആഹാരം, അത് ഞാൻ എനിക്ക് പിന്നെ ഇടുള്ളൂ. നീ തിന്നു കഴിഞ്ഞിട്ടല്ലേ വീഡിയോ ഇടുള്ളൂ. അപ്പൊ ആരും കൊതി എടുത്തു. ചായപ്പൊടിയോ? എനിക്കുണ്ട് ചായ. ഞാൻ ചായ കുടിക്കൂലല്ലോ. അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ഞാൻ ചായ കുടിക്കാറുള്ളൂ. ഇവിടെ കാപ്പിപ്പൊടി ഇല്ലാത്തപ്പോ ഞാൻ ചായ കുടിക്കും. ഇന്നലെ ഞാൻ കടയിൽ പോയി ബ്രൂ ഒക്കെ മേടിച്ച്. ഇതാണ് നമ്മുടെ ഏപ്രിലിൽ. ഇനി 2 എണ്ണം കൂടെ ഉള്ളൂ നശിക്കാനായിട്ട്. ബാക്കി മൊത്തം നശിച്ചു പോയി. ഇവിടെ വെട്ടം കറക്റ്റ് അല്ല കേട്ടോ. എക്സ്പ്ലോഷർ മാറിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് പോവാം. അപ്പൊ ഇവിടെ വെട്ടം കറക്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ. അയ്യോ, ഞാനാണെങ്കിൽ ഉറക്കെ എണീറ്റ് ഇങ്ങനെ എനിക്കൊരു സ്വഭാവമുണ്ട്. ഞാനാണെങ്കിൽ ഇങ്ങനെ തേരാപ്പാര നടക്കും. എന്നുവെച്ചാ എല്ലാരും ആദ്യമേ എണീറ്റ് ഓക്കെ വാഷ്റൂമിലൊക്കെ പോയി ബ്രഷൊക്കെ ചെയ്ത് അങ്ങനെ ആയിരിക്കത്തില്ലേ. ഞാൻ അങ്ങനെയല്ല. ഞാൻ കുറെ നേരം, ഇന്നലെ ആണെങ്കിൽ ഞാൻ ഉറക്കെ എണീറ്റിട്ട് കൈ കഴിക്കുന്നു ഇങ്ങനെ ഫോൺ പിടിച്ച്. ഇന്നലെ ആണെങ്കിൽ ഞാൻ ഉറക്കെ എണീറ്റിട്ട് കുറെ നേരം അവിടെ ഒരു കസേരയുണ്ട് പുറത്ത്, ആ കസേരയിൽ കയറിയിരുന്നു. ഇവിടെ എന്തോ പണി നടക്കുന്നെന്ന് തോന്നുന്നു. സിമന്റ് ഒക്കെ കുഴച്ചിട്ടിരിക്കുന്നു. വെള്ളമൊക്കെ നമുക്ക് എന്തായാലും ആ വീട്ടിൻ്റെ അകത്തോട്ട് തന്നെ പോയി. ഞായറാഴ്ച കൊണ്ട് ഈ ഏരിയയിൽ എല്ലാവരും കാണും. സാധാരണ ഈ ഏരിയ അങ്ങനെ അല്ലാത്ത വീക്ക് ഡേയ്സിൽ ഇവിടെ അങ്ങനെ അനക്കോ ആവിയൊന്നും കാണത്തില്ല, കാരണം ഇവിടെ എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. പക്ഷെ വീക്കെൻഡിൽ ഇവിടെ എല്ലാവരും കാണും. ഇന്നിപ്പോൾ സൺഡേ ആണ്.
സോ അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഓഫാണ്, എല്ലാവരും വീട്ടിൽ കാണും. ഞാൻ പോയിട്ട് എന്തായാലും ബ്രഷ് ചെയ്യട്ടെ. ബ്രഷ് ഇനി വേറൊരാളുണ്ട്. വേണ്ട, ഞാൻ കഴിച്ചോളാം. അപ്പം കഴിച്ചോ, ഞാൻ കഴിച്ചോളാം. അപ്പൂപ്പന് ഭയങ്കര ഫാൻസ് ആണ് കേട്ടാ. ആരോ കമന്റ് ഒക്കെ ഇട്ടിക്കണം അപ്പൂപ്പനെ ഇഷ്ടമാണെന്നൊക്കെ പറയും. അപ്പോൾ ഫാൻ ഗേൾസ് ആണ്, ഫാൻ ഗേൾസ്. നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ഇന്നത്തെ വെതർ. വെയിലില്ല പക്ഷെ, അതുകൊണ്ട് തുണി അലക്കാൻ പറ്റത്തില്ല ഇന്ന്. അപ്പൊ എന്തായാലും ഞാൻ ഇനി പോയി ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് ഫുഡൊക്കെ കഴിച്ച്, ഞാൻ എന്തായാലും ഫുഡ് ഞാൻ കുക്ക് ചെയ്തായിരിക്കും കഴിക്കുന്നത്. സോ അതുകൊണ്ട് കുറച്ചധികം സമയം എടുക്കും. അപ്പം ഞാൻ എന്തായാലും പോയി ഒന്ന് ഫോൺ ചാർജിനിട്ടിട്ട് ബ്രഷൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, സോ ഐ തോട്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഒരുത്തൻ കഞ്ഞി കുടിച്ച് തീർന്നില്ല. ഞാൻ ഇത്രയും എക്സ്പ്ലോർ ചെയ്തിട്ട് കഞ്ഞി കുടിച്ച് തീർത്തി. നീ പോയിട്ട് വന്നയാ? വണ്ടി എവിടെ? എന്നിട്ട് അപ്പുറത്ത് വെച്ചിട്ട് വന്നാ? നടന്നു വന്ന? എന്നിട്ട് ഓക്കെ. അപ്പം ഞാൻ ഇനി എന്റെ പണി ആയുധങ്ങളൊക്കെ എടുക്കട്ടെ. ഇവിടെ നല്ല വെട്ടമുണ്ടല്ലോ. ഇവിടുത്തെ ഇത് കൊള്ളാം, ലൈറ്റ്നിങ് കൊള്ളാം കേട്ടോ. പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എക്സ്പ്ലോഷർ കറക്റ്റാ, അതില്ലാതാണ് ഒരുമാതിരി ഇരുണ്ടൊക്കെ ഇരിക്കണം വീഡിയോ. ഇവിടെ പക്ഷെ കറക്റ്റാ ലൈറ്റ്. അപ്പൊ ഇനി ഫോൺ ചാർജിന് ഇടണം, സോ അത് എടുക്കണം. പിന്നെ എൻ്റെ മൈക്ക് തിരിച്ചു വെക്കണം മൈക്ക് ബോക്സിനകത്ത്. അപ്പം എന്തായാലും ഒന്ന് ഫോൺ ചാർജിന് ഇടണം, പല്ല് തേക്കണം, ഫുഡ് കഴിക്കണം. കഴിച്ചിട്ടൊക്കെ ഞാൻ വരാം. ഓക്കെ, ശരിയാണ്. ഭയങ്കര കാറ്റും മഴയും. ഞാൻ കുറച്ച് നനഞ്ഞു കേട്ടോ. ഭയങ്കര കാറ്റും മഴയും. ഞാനാണെങ്കിൽ വലിയ കാര്യത്തിൽ ചെടി നട്ടുകൊണ്ടിരുന്നു, അങ്ങനെ മൊത്തം നനഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ ബ്രഷ് ചെയ്തു, ഫുഡ് ഉണ്ടാക്കി കഴിച്ചു, പാത്രമൊക്കെ കഴുകി വെച്ചു. പിന്നെ എൻ്റെ 2 പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ, ഇൻഡോർ പ്ലാന്റ്സ്. രണ്ട് ഈ ബോട്ടിലൊന്ന് മാറ്റി, മറ്റേ പഴയ ബോട്ടിൽ ഞാനാണെങ്കിൽ ഇടയ്ക്ക് ഇവിടെ റൂം ക്ലീൻ ചെയ്തപ്പോൾ എടുത്ത് പുറത്ത് വെച്ചു, പിന്നെ അത് കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പുതിയ ബോട്ടിലൊക്കെ ഒപ്പിച്ച് തിരിച്ച് വന്ന് ചെടി കൊണ്ടിവിടെ വെച്ചപ്പോഴേക്കും മഴ തുടങ്ങി. മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ. ഞാൻ കാണിച്ചു തരാം. ഒരു കാരൊക്കെ എടുത്ത് തിന്നു, അതിങ്ങനെ പല്ലൊരുമാതിരിയാകുന്നു. അപ്പോൾ ഇനി എനിക്ക് എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എൻ്റെ നോട്ട് ഇതാണ്, പേന തെറിച്ച് പോയി. പണിയുണ്ട്, അതായത് എൻ്റെ കോഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് പണിയുണ്ട്. ഇതൊന്നും എടുത്ത് പൊക്കാനുള്ള ശക്തി ഒന്നും എനിക്കില്ല. ദിസ് ഓൾ ആർ മൈ ടെക്സ്റ്റ് ബുക്സ്. തീർന്നില്ല, ഇനി ഒന്നും കൂടി. അപ്പോൾ എന്തായാലും ഞാൻ പോയി ഇതൊന്ന് തീരുമാനമാക്കിയിട്ട് വരാം. ഇവിടെ വീണ്ടും മഴ പൊടിയുന്നു. ഓ മൈ ഗോഡ്. ഞാൻ ടെറസിൽ പോയി കുറച്ചു നേരം വീഡിയോ എടുക്കാൻ, നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കാന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ മഴ പൊടിയാണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കുറച്ചേരം മഴയുള്ള അമ്മ ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഇപ്പൊ മടല് വല്ലതും എടുത്ത് തലയെറിഞ്ഞതേനെ എൻ്റെ. അയ്യോ, എൻ്റെ മൈക്ക് ഇത് വല്ല അടിച്ചു പോയാ. അപ്പൊ നമുക്ക് നനയുണ്ട കേട്ടോ, ചുമ്മാ അഹങ്കാരം ഒന്നും കാണിക്കണം. അപ്പൊ ഞാനിപ്പോ കോഫി ഉണ്ടാക്കി കുടിക്കണോ വേണ്ടേന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണം. മഴ പൊടിയുന്നുണ്ട്. എന്തായാലും
നമുക്ക് നോക്കാം. മഴ മാറിയെന്ന് തോന്നുന്നു. ഫോൺ വല്ലതും തലകുത്തനെ പോയാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്തായാലും തലകുത്തനെ പോവും. ഇവിടെ കുറെ പേര് ഗോലിയൊക്കെ കളിച്ചോണ്ടിങ്ങനെ അവിടെ. ഇവിടെ സൺഡേ എപ്പോഴും ഉള്ളയാ. ഇവിടുത്തെ ചേട്ടന്മാര്, അപ്പുറത്തെ ഇപ്പുറത്തേക്ക് വീട്ടിലെ ചേട്ടന്മാര്, പിന്നെ നല്ല പ്രായമുള്ള പെണ്ണൊക്കെ കെട്ടി പിള്ളേരൊക്കെ ഉള്ള ചേട്ടന്മാരാ. അപ്പൊ അവർക്ക് ഞായറാഴ്ച മാത്രമല്ലേ ജോലിക്ക് പോകാണ്ട് ഇരിക്കാൻ ഉള്ളൂ. അപ്പൊ അവര് അവരുടെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഇങ്ങനെ എന്തുവാ ഞാൻ പറയണ്ടേ, ഇവിടെ വെട്ടം ഇല്ല കേട്ടോ വീഡിയോ എടുക്കാൻ. ഇവിടെ വെട്ടം. അപ്പോൾ അവരവരുടെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഉച്ചയ്ക്ക് ഇതുപോലെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഇവിടെ വന്ന് നിന്ന് ഗോലി കളിക്കും. ഗോലി അറിയാവോ? ഗോലി. യെസ്. ഫോൺ ഒന്ന് അങ്ങനെ ഇരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കണേ. വിഴല്ലേ കേട്ടാ. ചെറുതായിട്ട് വെയിൽ വന്നു കേട്ടാ. നിങ്ങൾക്ക് തന്നെ ഒരു വെട്ടം ഫീൽ ചെയ്യണില്ലേ? ഇത്ര നേരം ഒരു ക്ലൗഡി ആയിരുന്നു. ഇപ്പൊ ആ ക്ലൗഡൊക്കെ അങ്ങ് പോയി. ക്ലൈമറ്റിന് എന്തോ പ്രശ്നമുണ്ട്. മഴ പൊടിയാണ്. ഞാൻ ട്രൈപോഡ് എടുത്തോണ്ട് വന്നില്ല. അതാണ് കഥയിലെ ഒരു ടെസ്റ്റ്. തൽക്കാലം നമുക്ക് ഇവിടെ വെക്കാം. പക്ഷെ എന്റെ അവിടെ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നു. എനിക്ക് വയ്യ. ഇതാണ് നമ്മുടെ ചായപാത്രം. ഈ പാത്രത്തിനൊരു പ്രത്യേകത, ഇത് ഇങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ ഇത് ദാണ്ട് ഇങ്ങനെ പോകും. അതുകൊണ്ട് എന്റെ അമ്മയ്ക്ക് ഭയങ്കര കലിപ്പാണ് ഞാൻ ഈ പാത്രം എടുക്കണം. എന്റെ അമ്മയ്ക്ക് ഈ പാത്രം ഞാൻ എടുക്കാൻ ഇഷ്ടം. എന്റെ അടുത്ത് ഇന്നലെ കൂടി പറഞ്ഞേ ഉള്ളൂ, ഇതിനെ തല്ലി പൊട്ടിച്ച് കളയുമെന്ന്. ഇതിന്റെ പിടിയെ പൊട്ടിച്ച് കളയും. പിന്നെ നീ എങ്ങനെ തിരുവെന്ന്. കാരണം വെച്ചാ ഇവിടെ ഇതിങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനെ അങ്ങ് അയ്യോ അത് കണ്ടുകൂടത്, സോറി, വെയിറ്റ്. ഇതിങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും കണ്ട ഇതിങ്ങനെ മറിഞ്ഞു പോവേ. അതായത് ഇതിന്റെ പിടിയുടെ വെയിറ്റ് കൊണ്ട് ഈ പാത്രത്തിന് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇപ്പൊ വേറൊരു പാത്രം ഇവിടെ ഉണ്ട്, പക്ഷെ ഇത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല. അപ്പൊ എനിക്ക് ഇതാണ് ഇഷ്ടം. അപ്പൊ എന്റെ അമ്മ എപ്പോഴും പറയാ, എന്തൊരു വാലും തലയില്ലാത്ത പാത്രം എടുത്തോണ്ട് പോകണം, അതിന് ഞാൻ തല്ലി പൊട്ടിച്ചു കളയും. ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞു ഇതിന്റെ പിടി ഞാൻ പൊട്ടിച്ചു കളയുമെന്ന്. ഞാൻ പിന്നെ എനിക്ക് പക്ഷെ ഈ പാത്രമാണ് എന്തോ ഇഷ്ടം. സോ നമുക്ക് ആദ്യം ഇതൊന്ന് കഴുകാം. കാരണം ഇവിടെ കൂടി പല്ലികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കും. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഒന്ന് കഴുകാം. ഇതിനകത്ത് തന്നെ എല്ലാ സെറ്റപ്പും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പുറത്തെങ്ങും പോകേണ്ടി വരത്തില്ല. പാത്രം കഴുകി. അപ്പൊ ഞാനിപ്പോ വിചാരിക്കണ ഒരു കട്ടൻ ഇടാന്നാണ്. അതാണിപ്പോ എന്റെ മൈൻഡിൽ പറഞ്ഞത്. കോഫി ഇടാനായിട്ട് എനിക്ക് എന്തോ തോന്നുന്നില്ല. സാധാരണ ഞാൻ ഒരു കോഫി അഡിക്റ്റ് ആണ്, പക്ഷെ ഇപ്പൊ കോഫി കുടിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കുറച്ച് വെള്ളം എടുത്തു. എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൂപ്പനൊക്കെ കട്ട ഓൾറെഡി ഇട്ട് കുടിച്ചു. അപ്പം എനിക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി. അമ്മൂമ്മയാണെങ്കിൽ ഉറങ്ങണം. അമ്മൂമ്മയ്ക്ക് വേണമെന്തോ കട്ടൻ, അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്കും കൂടി ഇട്ട് കൊടുക്കാം. അമ്മൂമ്മയ്ക്ക് പാലിരിപ്പുണ്ടെങ്കിൽ അമ്മൂമ്മയ്ക്ക് ചായ വേണമെങ്കിൽ അമ്മൂമ്മ ചായ ഇടട്ടെ. ഞാൻ ഇനി കട്ട ഇട്ടുകൊണ്ട് കൊടുക്കണം എന്തിനാണ്? ചിലപ്പോ ചായ ആയിരിക്കും ആവശ്യം. അപ്പം ഞാൻ കട്ടനും ഇട്ട് കൊടുത്ത അല്ലെ കട്ട ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്കൊരു 2 ഗ്ലാസ് വെള്ളം കൂടി വെക്കാം. അമ്മൂമ്മയ്ക്കും കൂടെ കൊടുക്കാം. അത്രയും മതിയായിരിക്കും. ഇതൊക്കെ ഒരു കണക്കല്ലേ. സോ നിങ്ങളൊക്കെ കട്ടൻ ഇടുന്ന എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. ഇവിടെ അത്ര വെട്ടമില്ലല്ലേ, ഇങ്ങനെ ഡാർക്ക് ആയിട്ടിരിക്കണം. ഒന്ന് ക്ഷമിക്കുക. ഇവിടെ നേരെ ഉച്ചം തലയിലാണ് ഒരു ലൈറ്റ് ഉള്ളത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഞാൻ ഇടുന്നത് പഞ്ചസാരയാണ്. നമ്മളിപ്പോ ഒരു 4 കപ്പ് വെച്ചു. അപ്പൊ നമുക്ക് കുറച്ച് അതിനനുസരിച്ചുള്ള പഞ്ചസാര ഇടാം. 2, 3, 4. അമ്മൂമ്മയ്ക്ക് ഷുഗർ വരുത്തിക്കാൻ വേണ്ടിയല്ല ഞാൻ നോക്കണം. ആക്ച്വലി മധുരം ഒരു കണക്കിനൊക്കെ. അയ്യോ, ഞാൻ സ്റ്റൗ കത്തിച്ചില്ല ഇതുവരെ. എന്നെ കൊണ്ട് എനിക്ക് തന്നെ ഒരു നിവർത്തിയുമില്ല. ഓക്കെ, സ്റ്റൗ കത്തിക്കാതെ അടുപ്പി വെള്ളം വെച്ച് പഞ്ചസാര ഇട്ടു. പോട്ടെ, സാരമില്ല. ഇതൊക്കെ ചെറുത്. ഇതിലും വലുതൊക്കെയാണ് ഞാൻ ഓരോ ദിവസമൊക്കെ ചെയ്യണത്. എന്തോ പറയണ, കട്ടൻ പക്ഷെ കട്ടനല്ല, ഇത് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. സോ നമുക്ക് 2 ഗ്ലാസ് കട്ടനാണ് ആവശ്യം. അപ്പൊ അതിനനുസരിച്ച് വേണ്ടി മാത്രം കട്ടൻ ഇടുക. ബിക്കോസ് എനിക്ക് ഈ കട്ടൻ കുടിക്കുമ്പം ഭയങ്കര ഓവർ കടുപ്പം, ആ ഒരു സ്റ്റെയിൻ നമുക്ക് വായിൽ ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ നമ്മളെ നാക്കിൽ ഇങ്ങനെ ആ ഒരു എന്താ പറയാ, ഒരു കടുപ്പ് ഫീൽ ചെയ്യൂലേ, അതെനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എപ്പം തേയിലപ്പൊടി കട്ട ഉണ്ടാക്കിയാലും ഞാൻ കുറച്ച് തേയിലപ്പൊടി എടുത്തു.
അതാകുമ്പം വലിയ കുഴപ്പമില്ല. പിന്നെ എനിക്ക് പേഴ്സണലി എനിക്ക് ഏലക്കയോ ഇഞ്ചിയോ ഇടുന്ന കട്ടനാണ് കുറച്ചും കൂടെ ഇഷ്ടം. അതിപ്പോ കട്ടനാണെങ്കിലും ചായ ആണെങ്കിലും ഞാൻ ഇഞ്ചിയോ ഏലക്കയോ എന്തെങ്കിലുമൊക്കെ ഇടും. അപ്പൊ ഇവിടെ ഇവിടെ ഞാൻ എന്തൊക്കെ തേങ്ങയാണ് പറയണത്. ഇവിടെ അപ്പം ഏലക്കയില്ല, അപ്പൊ നമുക്ക് കുറച്ച് ഇഞ്ചി ഇടാം. ജിഞ്ചർ ബ്ലാക്ക് ടീ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ ക്രാക്ക് ആവും. എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് വീഡിയോ സ്റ്റക്കായി. അതെന്ത് പറ്റിയാന്ന് എനിക്ക് അറിയത്തില്ല, പോട്ടെ. അപ്പം ഞാൻ എന്താണ് പറഞ്ഞത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്രാക്ക് ആവുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വീഡിയോ കട്ടായി. എനിക്ക് എന്നെ തന്നെ എന്റർടൈൻമെന്റ്, സെൽഫ് എന്റർടൈനിങ് എനിക്ക് ഇച്ചിരി കൂടുതലാണ്. അപ്പം ഞാൻ എന്നെ തന്നെ എന്തെങ്കിലും, ഞാൻ ഈ ആദ്യമായിട്ട് ഈ ഇഞ്ചിക്കട്ടനൊക്കെ കുടിക്കണത് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ പോയപ്പോഴാണ് ഈ ഇഞ്ചി ഇട്ട കട്ടൻ എന്തോ ഞാൻ ആദ്യമായിട്ട് കുടിച്ചത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്റെ ലൈഫിൽ അത് ഇപ്പോഴൊന്നും അല്ല, ഒരു 2000 ഇപ്പൊ കുറെ നാൾക്ക് മുന്നേ ബാംഗ്ലൂർ പോയപ്പോ അവിടെ ഇങ്ങനെ അവര് ഏലക്കയോ ഇഞ്ചിയോ ഒക്കെ ഇട്ടാണ് അവര് അവിടെ ചായ ഇട്ടാലും കട്ടൻ ഇട്ടാലും അങ്ങനെയൊക്കെ അവർ ഇടുന്നത്. എന്തെങ്കിലും മസാല അതിൽ അവർ ആഡ് ചെയ്യും. അപ്പൊ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ ഫ്ലേവറോടെ കട്ടൻ കുടിച്ചപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം പിന്നെ ഞാനും ഇഞ്ചിയോ ഏലക്കയോ എന്തെങ്കിലും ഇടും. ഓക്കെ, കുറച്ച് ഇഞ്ചി. അയ്യോ, എന്റെ നഖം കട്ടായി പോയി. അയ്യോ കടവുളേ. നമ്മള് 2 ഗ്ലാസ് ഇട്ടല്ല, അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഇഞ്ചിക്ക് വലിയ ക്ഷാമമൊന്നുമില്ല, കാരണം ഇവിടെ എപ്പോഴും ഇഞ്ചി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഇഞ്ചി വാങ്ങിച്ചോണ്ട് വച്ചിരിക്കും. അതുകൊണ്ട് ഇഞ്ചിക്ക് ക്ഷാമം വരാറൊന്നുമില്ല. അവിടെ നമുക്ക് പണ്ടം തുടനെ അങ്ങോട്ട് വെട്ടി പറക്കി ഇട്ട് കൊടുക്കാം. സോ അപ്പൊ നമ്മള് ജിഞ്ചർ ബ്ലാക്ക് ടീ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഹായ് മെലഡി, നീ അവളോ അഴക്, എവളോ ഇത് കടുപ്പം കൂടിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. വീഡിയോയിൽ നോക്കി ഇട്ടയാണ്. കുറച്ച് ഫ്ലൈമോ വലിയ കുഴപ്പമില്ല, എന്നാലും ഓക്കെ. അപ്പം കട്ടൻ തിളച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത്ര നേരം കട്ടൻ ഇടാൻ എൻ്റെ കൂടെ കൂട്ടുനിന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ കട്ടൻ അമ്മൂമ്മയ്ക്കും കൊടുത്ത് ഒരു കട്ടൻ എടുത്ത് ഞാനും കുടിച്ചിട്ട് ഞാൻ വരാം. ഓക്കെ, ചച്ചാ എന്നൊക്കെ പറഞ്ഞ് പോണോന്ന് എനിക്കുണ്ട്, പക്ഷെ എനിക്ക് നിങ്ങളെയൊക്കെ മിസ് ചെയ്യും. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. നമുക്ക് അമ്മൂമ്മയ്ക്ക് കട്ടൻ കൊടുത്ത് സർപ്രൈസ് ചെയ്യും. കാരണം ഞാൻ ഇങ്ങനെ ആർക്കും കട്ടനും കിട്ടനും ഒന്നും ഇട്ട് കൊടുക്കാറൊന്നുമില്ല. വേണമെങ്കിൽ അവനവൻ ഇട്ട് കുടിക്കണം, അതാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. പക്ഷെ ഇന്ന് ഞാൻ അമ്മൂമ്മ വയ്യാതെ കിടക്കണം രാവിലെ ഒന്നുമല്ല, ഞാൻ ഒന്ന് പേടിച്ചതാ. പക്ഷെ നിങ്ങളിങ്ങനെ പേടിക്കാതെ. ഞാൻ പോയി ഈ ഗ്ലാസ് എടുത്തപ്പോ ഈ ഗ്ലാസ്സിൽ ചാരിയിരുന്ന ഒരു പാത്രം വന്ന് തലയിൽ തന്നെ വീണു. അപ്പൊ എന്റെ കട്ടൻ ഞാൻ എന്താ സെർവ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ഒരു കട്ടൻ ഉണ്ടാകാൻ ഞാൻ എന്തൊക്കെ ഹൈപ്പല്ലേ കൊടുക്കണം, മറ്റേ ചിക്കൻ ബിരിയാണി വെക്കണ പോലെ. ഓക്കെ, നമ്മുടെ കട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അമ്മയ്ക്ക് കൊണ്ടുകൊടുക്കാം. അയ്യോ, മധുരം ഉണ്ടോ നോക്കിയില്ല. മധുരം ഉണ്ടോ നോക്കട്ടെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ സ്പൂണൊക്കെ വെച്ച് നോക്കുമെന്ന്. ഒരിക്കലുമില്ല. ഉണ്ട്. ഇങ്ങനെയും മധുരം നോക്കാം. ഇപ്പൊ മനസ്സിലായില്ലേ? അയ്യോ ഭഗവാനെ, നല്ല ചൂടടിക്കുന്നു കയ്യിൽ. നമുക്ക് ഇങ്ങനെ പിടിച്ചോണ്ട് കൈ പോണേ. അയ്യോ, ഇത് ഞാൻ എങ്ങനെ അതുവരെ കൊണ്ടെത്തിക്കുമോ? എന്റെ കൈ പൊള്ളണം. ഞാൻ ഒഴിച്ചപ്പോ ഇച്ചി കൂടി. ഇങ്ങനെ പിടിച്ചോണ്ട് വേണോന്ന് ചോദിക്കാൻ ചിലപ്പോ വേണ്ടെന്ന് പറയാം. എങ്കിൽ ഞാൻ തന്നെ ഇന്ന് 2 ഗ്ലാസ് കട്ടനും കുടിക്കേണ്ടി വരും. ഉറങ്ങിക്കിടക്കുകയാണ്, മിക്കവാറും ചീത്ത വിളിയല്ലേ. മമ്മ കട്ടൻ വേണോ? മമ്മ തേയില വേണോ? ഓ, ഞാൻ ഇട്ട്. കടുപ്പം ഇല്ലേ? കടുപ്പം ഭയങ്കര കടുപ്പമെന്നാ കാണ. കുടിച്ചു നോക്ക്, കറക്റ്റ് തന്നെ.
ഭയങ്കര കടുപ്പം എൻ്റെ അടുത്ത് പറയണം. ഞാൻ മഴവെള്ളം പോലെയാണ് കട്ട ഉണ്ടാക്കണം, കടുപ്പമൊന്നും ഉണ്ടാകുന്നത്. മഴയൊക്കെ പോയി അപ്പൊ നമുക്ക് ടെറസിൽ പോയി കട്ട കുടിക്കാം. ടെറസിൽ നിന്ന് കട്ട കുടിക്കുന്ന ഒരു സുഖമുണ്ട്. ഓ, കട്ടനോട് കഴിക്കൊന്നുമില്ല, അതൊരു സാഡ് കാര്യമാണ്. കാരണം ഇവിടെ എത്ര ദിവസത്തേക്ക് പലഹാരം മേടിച്ചു വെച്ചാലും ഒരു ദിവസം കൊണ്ട് ഞാൻ അത് തീർക്കും. കണ്ട, കറക്റ്റ് കാണുന്നില്ലല്ലേ? അതാണ് എൻ്റെ സ്കില്ലെന്ന് പറഞ്ഞാൽ. ഞാൻ പാചകം അറിയാത്ത പോലെയൊക്കെ അഭിനയിക്കും, പക്ഷെ ഞാൻ കുക്കിങ്ങിലൊരു ആരുമാണ്. ആരെന്നൊന്നും പറഞ്ഞു തരാമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ വല്ല തിന്നുണ്ട്, അതാണ് നോക്കണം. ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം. പേടിക്കണ്ട കേട്ടോ, എനിക്ക് തുമ്മാൻ വേണ്ടി വന്നതാ. ഓ, ബിസ്ക്കറ്റാ? ആ ശരിയാണ്, ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നല്ലേ. ബിസ്ക്കറ്റ് കിട്ടി. പക്ഷെ എവിടെയാണെന്ന് അറിയണ്ട. എൻ്റെ അമ്മ എടുത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ബക്കറ്റിനകത്തൊക്കെ വച്ചിങ്ങനെ. അയ്യോ, ഇതും തോന്നുന്നു, സോറി, മേശയിലുണ്ടായിരുന്നു. അയ്യോ, ബിസ്ക്കറ്റ് ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കുമോ എനിക്കറിയണം. അമ്മ ഏതിലും ഇട്ട് വച്ചിരിക്കണം. എവിടെ വച്ചിരിക്കണം എനിക്കറിയണം. മിക്കവാറും എവിടെയാ നോക്കട്ടെ. മതിയാ? ബാക്കി നമുക്ക് തിന്നാം. നമ്മൾ കട്ടൻ കുടിക്കാം. ഇച്ചിരി മധുരം കൂടിപ്പോയി കേട്ടാ. അത്രയ്ക്ക് ഇടലുണ്ടായിരുന്നല്ലോ എനിക്ക് മധുരം. കുറച്ച് മധുരം കൂടിപ്പോയി കേട്ടോ. ഞാൻ അമ്മാതിരി പഞ്ചസാരയാണ് വാരിയിട്ടത്. ഞാൻ എപ്പോഴും വിചാരിക്കും പഞ്ചസാര കുറച്ചിടണമെന്ന്, പക്ഷെ ഞാൻ പഞ്ചസാര കുറച്ചിടണതിൻ്റെ അന്ന് ഒട്ടും മധുരം കാണില്ല. അതേ സമയത്ത് പഞ്ചസാര കൂട്ടിയിട്ട ഒടുക്കത്തെ പഞ്ചസാര ആയിരിക്കും. ഇപ്പുറത്തെ പറമ്പ് നല്ല രസമുണ്ട് കാണാന്. നമ്മളാ ഒരു സമ്മർ ടൈമിൽ ഭയങ്കരമായിട്ട് എല്ലാം കരിഞ്ഞുണങ്ങി ഇവിടെ തീയൊക്കെ പിടിച്ചു. പക്ഷെ ഇപ്പൊ അത് നന്നായിട്ട് ഞാൻ കാണിച്ചില്ല. നന്നായിട്ട് കണ്ണിന് തന്നെ ഒരു കുളിർമ തരണ രീതിക്ക് നിൽക്കുകയാണ്. നല്ലൊരു പച്ചപ്പൊക്കെ കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. ആ ഒരു പച്ച പുല്ലൊക്കെ ഇങ്ങനെ പൊടിച്ചു വരണം. മഴ കിട്ടിയോണ്ടായിരിക്കും. അയ്യോ, ഒരു അയണിച്ചക്ക പഴുത്ത് നിൽക്കണം. പക്ഷെ അത് എടുക്കാൻ ഒരു വഴിയില്ല. ആ, ഇവിടെ ഒരു തോട്ടം ഇരിക്കണം, അത് എത്തുമെന്തോ, നോക്കി നോക്കട്ടെ. ഞാൻ പോയി അയണിച്ചക്ക അടക്കാൻ പറ്റൂലേ നോക്കട്ടെ. ചിലപ്പോഴേ കിട്ടുള്ളായിരിക്കും. എത്തൂലെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഞാൻ ഒന്ന് നോക്കട്ടെ. ഓ, എത്തത്തില്ല. സോറി, എന്റെ പാട്ട്. ഞാൻ ഒരു പാട്ട് പാടിത്തരാം. ഓക്കെ, ഏത് പാട്ട് പാടാം? ഒരു പാട്ട് പാടിത്തരാം. ഓക്കെ. ഹാരാതികേ മഞ്ഞുതിരും വഴിയരികെ നാളേറെയായി കാത്തു നിന്നു മിഴിനിറയെ നീ എങ്ങു പോകിലും അകലേക്കുമായിരും എന്നാശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാ ഒഴുകി ഒഴുകി ഞാൻ എന്നും ഒരു പുഴയാ. ഓക്കെ, താങ്ക് യു. ഈ പാട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് നോട്ടുമാല, ചെണ്ട്, ചെരുപ്പടി, കല്ലേറൊക്കെ തരാൻ തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സ് ഞാൻ തുറന്നു വച്ചിരിക്കാം. നിങ്ങൾ അതിനകത്ത് എന്താന്ന് വെച്ചാൽ കാണിച്ചിട്ട് പൊക്കോ.
ആകെ 100-200 പേരാണ് എന്റെ വീഡിയോ കാണുന്നത്. അതിൽ ആര് കമന്റ് ഇടുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വരാം കേട്ടോ. അപ്പം എന്തായാലും ഞാൻ ഒന്ന് പോയിട്ട് ഇപ്പൊ വരാന്നൊക്കെ ഞാൻ പറയാം. പക്ഷെ ഞാൻ ഇനി കുളിച്ചിട്ട് വരുമ്പോ എന്തായാലും നേരെ ഇരട്ടും കേട്ടോ. എന്റെ കുളി എന്നൊക്കെ പറഞ്ഞാൽ ഒരു 2.5 മണിക്കൂർ മറ്റേ കഞ്ഞിക്കലത്തിൽ വെച്ച് അരി വടിക്കണ ഇതിലാണ് ഞാൻ ബിസ്ക്കറ്റ് എടുത്തോണ്ടത്. വേറെ പാത്രം ഒന്നും അവിടെ നോക്കിയിട്ട് കണ്ടില്ല. അപ്പൊ എന്തായാലും ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം കേട്ടാ. ഹലോ. അപ്പൊ ഞാൻ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത്, ബിക്കോസ് ഞാൻ ലൈവ് പോകാൻ പോവാണ് യൂട്യൂബിൽ. കുറേ ആയി ഞാൻ ലൈവ് പോയിട്ട്. ഈ ഇടയ്ക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു എന്താ ഇപ്പോൾ ലൈവ് വരാത്തതെന്ന്. സോ ഐ തോട്ട് ഇന്ന് ലൈവ് പോവാന്ന്. അപ്പം ഞാൻ എന്തായാലും ലൈവൊക്കെ പോയിട്ട് വരാം. അപ്പം കാണാം. ഹലോ. അപ്പം ഞാനാണെങ്കിൽ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ്. രാത്രിയിലത്തെ ചോറ്. ലൈവൊക്കെ പോയി ഞാൻ തളർന്നു. എനിക്കാണെങ്കിൽ മൈഗ്രെയിൻ ട്രിഗറായി. ഞാൻ ആ ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ കയറിയിരുന്നാണ് ലൈവ് പോയത്. എന്നെ ഇത്തിരി വെട്ടത്തും വെളിച്ചത്തും ആരെങ്കിലും കാണട്ടെന്നും പറഞ്ഞു. പക്ഷേ വെട്ടത്തിരുന്ന് എനിക്ക് പണി. ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരാം. ഞാനാണെങ്കിൽ അമ്മേനെ വിളിക്കാൻ പോയി. അങ്ങനെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പം എനിക്കാണെങ്കിൽ വൈകുന്നേരം എൻ്റെ മുട്ട ഇങ്ങോട്ട് തന്നാണ് എൻ്റെ കയ്യിലായിരിക്കണം. പെണ്ണും പിള്ളേരേക്കാ മൈക്കും. അപ്പൊ എനിക്കിന്ന് അയ്യോ കറണ്ട് പോയി. ഞാൻ വീഡിയോയിൽ പറഞ്ഞ കറണ്ട് പോയിട്ട് വന്നു. ഞാനാണെങ്കിൽ ഒരു ലോട്ടി ചോക്ക പോയി തിന്നു ചേർത്ത്. എനിക്ക് ഭയങ്കര ഷുഗർ ക്രേവിങ്സ് കുറേ നേരമായിട്ട്. അങ്ങനെ ഞാൻ ഇനിയിപ്പോൾ രണ്ടാമത്തെ തിന്നാൻ പോകണം. എനിക്ക് എപ്പോൾ അമ്മ ഒന്ന് മിണ്ടായിരിക്കോ. എനിക്ക് എപ്പോൾ ലോട്ടി ചോക്കോപ്പായി തിന്നാലും ഓർമ്മ വരണത് എൻ്റെ ഒരു കോളേജ് ഫ്രണ്ടുണ്ട് ഹരികൃഷ്ണൻ. അവന് ഭയങ്കര ഇഷ്ടമാണ് ലോട്ടി ചോക്കോപ്പായി. അപ്പം എനിക്ക് അമ്മ ഒന്ന് ചുമ്മാ ഇരി അമ്മ, എനിക്ക് ദേഷ്യം പറഞ്ഞേ. അപ്പം എനിക്ക് അവനെയാണ് ഓർമ്മ വരണത്. വായിക്കച്ചു അതാകുമ്പോൾ നിങ്ങളൊരു അമ്മയുടെ റാന്തൽ വിളക്കാണ്. നല്ല ഇതായിട്ടിരിക്കുന്നത് ഏത് വെട്ടം ഇപ്പൊ കൂടുതലായിട്ടിരിക്കുന്നത്. അമ്മ എന്റെ പൊന്നമ്മ, എനിക്ക് തലവേദന എടുത്താണ് ഞാൻ ഇരിക്കണം. പ്രാന്തായി. ഹലോ. പിന്നെ ഞാൻ ചിപ്സും അമ്മേനെ സോപ്പിട്ട് മേടിച്ചിട്ടുണ്ട്. എനിക്ക് പഴുത്ത കായര ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതായത് പഴം വെച്ചുണ്ടാക്കുന്ന ചിപ്സ്. ഇപ്പൊ നല്ല എൻജോയ്മെന്റ് തിന്നും. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പം മൈഗ്രെയിൻ വരും. പക്ഷെ എനിക്ക് ഇന്ന് കുറച്ച് ഒരു 2-3 ദിവസമായിട്ട് ചോക്ലേറ്റ് ക്രേവിങ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഇന്ന് രണ്ടും കൽപ്പിച്ച് മേടിച്ചു. അവിടെ ജിലേബിയും ലഡു ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇതാണ് ഞാൻ പ്രിഫർ ചെയ്തത്. ബിക്കോസ് ഇത് വലിയ സീനില്ല. ജിലേബിയൊക്കെ തിന്നാൽ നല്ല മത്താവും, നല്ല തലവേദനയാവും. അതിനെക്കാട്ടിലും ഇത് കുറച്ച് ഓക്കെയാണ്. ഞാൻ ബാക്കി ഇരുന്ന് കഴിക്കട്ടെ. ഞാൻ ഇത് തീർത്തിട്ട് വേണം ചിപ്സ് തീർക്കാൻ. ഞാൻ വീഡിയോ എടുക്കണത് വരപ്പോ ഒരാൾ ഓടെയാണേ കണ്ടു. പക്ഷെ വീഡിയോയിൽ കുഴപ്പമില്ല. എന്തായാലും സോ ഞാനാണെങ്കിൽ ലോട്ടി ചോക്കോപ്പായി കഴിച്ച് മൈഗ്രെയിൻ ട്രിഗറായപ്പോൾ ഞാൻ കുറച്ച് തണുത്ത പാലൊക്കെ ഇവിടെ ഒന്ന്, അതായത് ഒരു കോൾഡ് കംപ്രസ് കൊടുത്തിട്ട് അത് ഹീലായി, ഓക്കെ ആയി. പിന്നെ ഞാൻ ഒരു കോഫിയൊക്കെ ഇട്ട് കുടിച്ച് അങ്ങനെ കുറച്ചു നേരം റിലാക്സ് ഒക്കെ ചെയ്തിട്ട് ഇപ്പം ഇതാ ഉറങ്ങാനായിട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഇപ്പൊ സമയം എത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12:53. അതായത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇന്നലെയാണ് എടുത്തു തുടങ്ങിയത്. ഇപ്പതാ, അതായത് 24 മെയ്യിൽ ഞാൻ എടുത്തു തുടങ്ങിയ വീഡിയോ ഇന്നിപ്പം 25 മെയ് ആയിട്ടുണ്ട്. ഫോണിതാ. അപ്പോൾ എന്തായാലും ഇതൊക്കെയുള്ളൂ. ഇതെൻ്റെ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു റൊട്ടീൻ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനൊരു കമന്റ് കണ്ടു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ. മാത്രമല്ല എൻ്റെ അടുത്ത് അധികം ആൾക്കാരും പറയുന്നത് ഡെയിലി വ്ളോഗ്സ് ചെയ്യാനും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനും ഒക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഡേ ഇൻ മൈ ലൈഫ് എടുത്തത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി എനിക്ക് ഉറങ്ങണം. ഇനി ഇപ്പോൾ ഉറങ്ങിയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇനി വീഡിയോ എന്തെങ്കിലും എഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ
റീൽസ് കണ്ടോണ്ടിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ കണ്ടോണ്ടിരിക്കും. അതൊക്കെയാണ് നടക്കാൻ പോണത്. അല്ലാതെ ഞാൻ ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങാനൊന്നും പോകുന്നില്ല. അപ്പൊ എന്തായാലും ഉറക്കം വരുന്നവരെ ഫോൺ നോക്കിയിട്ട് കിടന്ന് ഉറങ്ങും. അപ്പം ഇതാണ് എൻ്റെ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. ഇനിയും എൻ്റെ അടുത്ത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറയില്ല, എനിക്ക് വയ്യ. ഇപ്പൊ തന്നെ ഒരു 2-3 ഡേ ഇൻ മൈ ലൈഫ് കുറഞ്ഞത്. അപ്പോൾ എനിവേസ് അത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.